ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ക്രിസ്പി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു സ്നാക്ക് നമുക്ക് ഒരു മാസം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാനും കൂടി പറ്റും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തേക്കാം. ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിലാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നീട് ഇതിലേക്ക് ഒരു 3 ഏലക്ക കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റവയുടെയും പഞ്ചസാരയുടെയും മിക്സ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എള്ളാണ്. അതൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. വെള്ളയും കറുത്ത എള്ളും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അര വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. കയ്യിലുള്ള എള്ള് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് എടുത്തിട്ട് ചൂടാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് നമ്മുടെ ഒരു സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ അത് ചൂടാക്കി ഒഴിച്ചിട്ടുണ്ട്. ഇതിന് പകരം ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാതും നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ആ ഒരു നെയ്യിന് കുറച്ച് ചൂടുണ്ടായതുകൊണ്ട് ആദ്യം ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി ഉടച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന കണക്ക് ഒരു ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അതൊന്ന് പൊടിച്ച് കളയാനും പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു നെയ്യിൻ്റെ അളവ് കറക്റ്റ് ആണെന്നാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. സാധാ വെള്ളം, ചൂടുവെള്ളമൊന്നും അല്ല കേട്ടോ, സാധാ വെള്ളമാണ്. 1/2 കപ്പ് അളവിലാണ് എനിക്ക് ഈ ഒരു ഇത് കുഴച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ട് വന്നത്. നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്ക് അനുസരിച്ചിട്ടൊക്കെ ഈ ഒരു വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ടാണ് നമുക്കിത് വേണ്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. വെള്ളം കുറച്ച് ചേർത്തിട്ട് വേണം കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മാവ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു മാവ് നമുക്ക് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു പോർഷൻ എടുക്കാം കേട്ടോ. ആ ഒരു പോർഷൻ എടുത്തിട്ട് ഒരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. ചപ്പാത്തി പലകയിലും കയ്യിലും ഞാൻ കുറച്ച് ഓയിൽ തടവിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് റോൾ ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി എടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല, ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ചപ്പാത്തിക്ക് കുറച്ച് പോർഷൻ എടുത്തിട്ട് ചപ്പാത്തിക്ക് പരത്തുന്ന കണക്ക് പരത്തിയിട്ട് എടുക്കുക. കുറച്ച് തിക്നെസ്സിൽ പരത്തണം കേട്ടോ. എന്നിട്ട് ഒരു കുക്കി കട്ടറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു ഷേപ്പ് ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാതും ഈ ഒരു ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലായിരിക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് ഇരിക്കേണ്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈയിങ് പാനിൽ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് സ്നാക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 2 ബാച്ചായിട്ട് ഇട്ടിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. വലിപ്പമുള്ള ഫ്രൈയിങ് പാൻ ആയതുകൊണ്ടാണ് കേട്ടോ 2 തവണയായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വലിപ്പം ഇല്ലാത്ത പാനൊക്കെയാണ് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ടിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുക്കരുത്, ഇത് പൊട്ടിപ്പോകാനൊക്കെയുള്ള ചാൻസ് ചിലപ്പം കാണും. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് ഇപ്പം തന്നെ മിക്സ് ചെയ്യാനൊന്നും പോകരുത് കേട്ടോ. ഇതിങ്ങനെ തന്നെ വിടുക. കുറച്ച് കഴിഞ്ഞിട്ട്, അതായത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് മാത്രമേ ഇത് തിരിച്ചിടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്കിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നിടം വരെയാണ് കേട്ടോ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ ദാ നമ്മുടെ സ്നാക്ക് എല്ലാതും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിത് കോരി മാറ്റാം. ഇത് കോരി മാറ്റുമ്പം കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കണക്ക് തോന്നും. പക്ഷേ അത് കാര്യമാക്കണ്ട കേട്ടോ. ഇരുന്ന് ഇത്തിരി കഴിയുമ്പോൾ തന്നെ ഇത് നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ഫസ്റ്റ് ബാച്ച് എല്ലാതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള വീറ്റ് ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓവനോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ഇല്ലാതെ റെഡിയാക്കി എടുത്തിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇത് 1 മാസം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും കേട്ടോ. ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസം വരെയുള്ള ചായക്കടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. എല്ലാവരും ഒന്ന് കയറി കണ്ടും കൂടി നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അത് ഞാനൊന്ന് പൊട്ടിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഓടിപ്പോയി ട്രൈ ചെയ്തോളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.